ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രോഹിത്തും ശ്യാമയും കൂടെ ശാരദാമ്മയുടെ അടുത്ത് വന്ന് പപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത്. പപ്പിമോളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല, ശാലിനി വരട്ടെ, അതല്ലേ മോളെ നല്ലത്. പപ്പിമോളുടെ കാര്യത്തിൽ ശാലിനിയോടും തീരുമാനം എടുക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ തന്നിച്ചൊരു തീരുമാനം എടുത്താൽ അത് ശരിയാവുമോ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. ശ്യാമ പറയുന്നത്, രോഹിത്തെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്ക് പോയിട്ട് പിന്നെ വരാം. അപ്പോൾ രോഹിത്ത് പറയുന്നത്, എനിക്ക് സത്യാമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒന്ന് പോകണം, അവരെ കണ്ടെനിക്ക് മാപ്പ് പറയണം എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ നമ്മുടെ ശാരദാമ്മ പറയുന്നു, രോഹിത്തെ മോനെ, നീ എടുത്ത നല്ല തീരുമാനമാണ്. സത്യാമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെടുകയും വഴക്ക് പറയും, ചിലപ്പോൾ അടിച്ചെന്നും ഇരിക്കും. മോൻ അതൊന്നും കാര്യമാക്കരുത്. വിഷ്ണുവിനേക്കാളും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയതാണ് മോനെ നിന്നെ. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അവരുടെ രണ്ടുപേരുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞ് അവരെ വിടുവാണ്. സുഖമില്ലാതെ കിടക്കുന്ന സുബേറെ കാണാനായിട്ട് രാഘവേട്ടനും സത്യാമ്മയും അങ്ങോട്ട് ചെന്നിരിക്കുവാണ്. മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് നൂർജഹാൻ അവർ വരുന്നത് കാണുന്നുണ്ട്. അയ്യോ, സത്യാമ്മയും അച്ഛനും അല്ലേ വരുന്നത് എന്നും പറഞ്ഞ നൂർജഹാൻ അവിടെ നിന്ന് എളുപ്പം ഓടി താഴോട്ട് വരുവാണ്. അയ്യോ, എന്താ സത്യാമ്മേ ഒന്ന് വിളിച്ച് പറയാതെ പോലും പോകുന്നത്? ഓ, എന്തിനാ മോളെ വിളിച്ചൊക്കെ പറയുന്നത്? സുബേറെ വന്നെന്ന് കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത്. ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ അവിടെ ഓടി വന്ന് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നിരുന്ന ആളല്ലയോ. ഫാമേ, സുബേർ നമ്മളെ കാണുമ്പോൾ വല്ലതും സംസാരിക്കുമോ? എന്തായാലും നല്ല സന്തോഷമായിരിക്കും രാഘവേട്ട നമ്മളെ കാണുമ്പോഴേ. അച്ഛനും അമ്മയും വാ, അകത്തോട്ട് വാ, ഞാൻ ബാപ്പിച്ച് കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാം എന്നും പറഞ്ഞ നൂർജഹാൻ അവരെ കൈക്ക് പിടിച്ച് സുബേർ കിടക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോവാണ്. ബാപ്പിച്ചി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്ന് പറയുമ്പോൾ സുബേർ രാഘവേട്ടനെയും സത്യാമ്മയും നോക്കുവാണ്. രാഘവേട്ടനെയും സത്യാമ്മയും കാണുമ്പോൾ സുബേർ അവരെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ ചിരിക്കുവാണ്. രാഘവേട്ടനും സത്യാമ്മയും സുബേരക്കയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സുബേരയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അവരെ നോക്കി അങ്ങ് കരയുവാണ്. നൂർജഹാൻ പറയുക, ഇതാണ് സത്യാമ്മ ഇപ്പോഴത്തെ അവസ്ഥ, ആരെ കണ്ടാലും ആരെന്ത് ചോദിച്ചാലും കരയുവാണ്. സുബേർ വിഷമിക്കേണ്ട, ഈ അവസ്ഥ ഇങ്ങനെയൊന്നും തുടരില്ല, എത്രയും പെട്ടെന്ന് സുബേർ ഗുണമാകും. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത സുബേർ പഴയതിനേക്കാളും ആരോഗ്യത്തോടെ സുബേറെ നമുക്ക് കാണാൻ പറ്റും എന്ന് നൂർജഹാനോടും പറയുന്നുണ്ട്. മരുന്നൊക്കെ തന്നിട്ടുണ്ടല്ലോ മോളെ, ഇല്ലേ? അതൊക്കെ മുറയ്ക്ക് കഴിക്കുന്നുണ്ടല്ലോ, ഒന്നും മുടങ്ങാതെ മരുന്ന് കഴിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ സത്യാമ്മേ, ബാപ്പിച്ചിയോട് ഞാൻ എല്ലാം പറയുന്നുണ്ട്. ബാപ്പിച്ചിക്കാണെങ്കിൽ ആത്മവിശ്വാസം തീരെയില്ല, ഇനി ഇങ്ങനെ തന്നെ ആയിപ്പോവോ എന്നുള്ള പേടിയാണ് ബാപ്പിച്ചിക്ക്. അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ സുബേറെ, മനുഷ്യൻ്റെ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാം. എന്നെ തന്നെ കണ്ടോ ഒരു ഉദാഹരണമായിട്ട്, ഞാൻ എങ്ങനെയൊക്കെ നടന്ന ആളാ, ഇപ്പോൾ എൻ്റെ സ്ഥിതി കണ്ടോ എന്നൊക്കെ നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്. താൻ ഒരിക്കലും ആത്മധൈര്യം കൈവിടരുത്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ താനും കൊണ്ടുള്ളൂ എന്നും. എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ നമ്മളത് കണ്ട് ഭയക്കരുത്. ഇതൊക്കെ എന്ത്, ഒന്നുമില്ല എന്ന് കരുതി ഇതിനെ മറികടക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ആത്മധൈര്യം നമ്മൾക്കുള്ളിലുണ്ടെങ്കിൽ ഈ അസുഖമൊക്കെ നമ്മളെ വിട്ട് പമ്പ കടക്കൂടും. രാഘവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സുബേർക്ക രാഘവേട്ടനെ തന്നെ നോക്കുവാണ്. ആ കണ്ണുകളിൽ കൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്. ആ സമയത്ത് നസീറിൻ്റെ ഉമ്മ സുബൈദ അങ്ങോട്ട് വരുന്നുണ്ട്. സത്യമ്മ, ഇത് ബാപ്പിച്ചിയുടെ പെങ്ങളാണ് സുബൈദ. ബാപ്പിച്ചിക്ക് ഒരേ ഒരു പെങ്ങളേ ഉള്ളു. മാമിക്ക് ഇവരെ മനസ്സിലായി, ഇവരാണ് നമ്മുടെ പഴയ തറവാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ഓ, ഇവരാണോ? നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെ, നിങ്ങൾ താമസിക്കുന്ന ആ വീടില്ലേ, അത് എത്രയും പെട്ടെന്നൊന്ന് ഒഴിഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അയ്യോ, ഇത്ര പെട്ടെന്ന് ഒഴിയാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നിങ്ങനെ സത്യാമ്മ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നൂറിൻ്റെയും നസീറിൻ്റെയും കൂടെ നിക്കാഹ് ഉറപ്പിച്ചിരിക്കുവാണ്. കല്യാണ ലെറ്ററൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് നസീറിൻ്റെ ബാപ്പ പോയിരിക്കുക വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട്. ഇവരുടെ കല്യാണമൊക്കെ പ്രമാണിച്ച് ഒരുപാട് ബന്ധുക്കൾ വരും. അപ്പോൾ അവർക്കൊക്കെ താമസിക്കാൻ കുറേ സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ വീട് പെട്ടെന്ന് നിങ്ങൾ ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞത്. വീട് പെട്ടെന്ന് ഒഴിയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ മകൻ വിഷ്ണുവിനോടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ പറയാം. വീട് പെട്ടെന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറയുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ കല്യാണക്കാരി ഉടനെ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉടനെ ഒഴിയാൻ പറയില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സുബൈദ അവരോട് പറയുന്നുണ്ട്. സുബൈദ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് സുബേർക്ക് അങ്ങ് വല്ലാതെ സങ്കടപ്പെടുവാണ്. പാവം മുകളിലോട്ട് നോക്കി എന്തൊക്കെയോ പ്രാർത്ഥിക്കുവാണോ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ആ കണ്ണിക്കൂടെ കുടുകൂടാതെ കണ്ണുനീരല്ലാതെ വേറെ ഒന്നും ആ പാവത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. നൂർജഹാനാണെങ്കിൽ മാമി പറയുന്നത് കേട്ടിട്ട് ദേഷ്യം കൊണ്ട് നിൽക്കാൻ വയ്യ.
അപ്പോൾ വീടിൻ്റെ കാര്യം പറഞ്ഞത് മറക്കല്ലേ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിയണേ എന്നിങ്ങനെ വീണ്ടും സുബൈദ പറയുവാണ്. സത്യാമ്മ പറയുക, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ, എന്താ വേണ്ടതെന്നുള്ളത് ഞങ്ങൾ ചെയ്യാം. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ, വാ രാഘവേട്ട നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ നൂർജഹാൻ പറയും, അയ്യോ സത്യാമ്മേ, വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചില്ലല്ലോ, ചായ എടുക്കുക. അത് വേണ്ട മോളെ, ഇനി ഒരിക്കൽ വരുമ്പോൾ കുടിക്കാമല്ലോ എന്നും പറഞ്ഞ് രാഘവേട്ടനും സത്യാമ്മയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവർ രണ്ടുപേരും അങ്ങനെ പോകുന്ന കണ്ടിട്ട് സുബൈർക്കയ്ക്ക് സംസാരിക്കാൻ വയ്യാതെ കരയുന്നത് കണ്ട്, എന്തിനാ ഇക്കാക്ക വിഷമിക്കുന്നത്? ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ അവരവിടെ താമസിക്കുന്നത്, അപ്പോൾ പിന്നെ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതല്ലയോ നല്ലത്, ഇക്കാക്ക വിഷമിക്കാതെ എന്നൊക്കെ സുബൈദ പറയുന്നെങ്കിലും സുബൈർക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം വിഷ്ണുവിനെയും സത്യാമ്മയും രാഘവേട്ടനെയും എല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണ് സുബൈർക്കയ്ക്ക്. അങ്ങനെ രാഘവേട്ടനും സത്യാമ്മയും ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നസീർ അവൻ്റെ കാറിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ ബൈക്കിൽ വേറെ 2 പേരുമുണ്ട്. അവന്മാർ സത്യാമ്മയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. സത്യാമ്മയ്ക്ക് അവരെ മനസ്സിലായി, ഇവന്മാരാണല്ലോ അന്ന് അവിടെ വീട്ടിൽ വന്നത്. സത്യാമ്മയെ കണ്ടതും അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ സത്യാമ്മ പറയുന്നത്, നിക്കടാ കള്ള, നീയല്ലേടാ വന്ന് എൻ്റെ പൈസ മോട്ടിച്ചത്, മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നിട്ട് പോടാ എന്നും പറഞ്ഞ് സത്യാമ്മ ഒച്ച വെച്ച് അവരുടെ പിന്നാലെ ഓടുവാണ്. മുകളിൽ നിന്ന് സുബൈദ ഇതൊക്കെ കാണുന്നുണ്ട്. രാഘവേട്ടനും നൂർജഹാനും ഒന്നും മനസ്സിലാകാത്ത പോലെ അവിടെ നിൽക്കുവാണിങ്ങനെ. നസീർ ചോദിക്കുന്ന എന്താണ്, അത് അവൻ ആരാന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാന്ന് നസീർ പറയുന്നത്. ഇവനാണ് എൻ്റെ വീട്ടിൽ വന്ന് അന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നിങ്ങനെ സത്യാമ്മ പറയുവാണ്. നസീറിന് സത്യാമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല. അവൻ കുനിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു, അതെ അവനായിരിക്കില്ല, അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ ഗൾഫിലാണ്, അവനിപ്പോൾ വന്നതേ ഉള്ളൂ, അവനായിരിക്കില്ല. ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടെ, ഇവൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചത് എന്ന് സത്യാമ്മ തറപ്പിച്ച് പറയുന്നുണ്ട്. രാഘവേട്ടൻ കണ്ടില്ലേ അവനല്ലേ അന്ന് രാഘവേട്ടനെ തള്ളിയിട്ടിട്ട് പൈസ എടുത്തത്. അവനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ പതിഞ്ഞിരിക്കുവാണ്. നൂർജഹാനും സുബൈദയും ഇതൊക്കെ കേട്ടോണ്ട് നോക്കുമ്പോൾ നസീർ അവരെ നോക്കി പറയാ, ഇവർ ഈ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ, ഇവർക്ക് ആള് തെറ്റിയതാണെന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലുമല്ല, ഞങ്ങൾക്കൊരിക്കലും ആള് തെറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി ഇവനെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. ശരി ഫാമേ, വാ നമുക്ക് പോകാം എന്ന് രാഘവേട്ടൻ പറയുമ്പോൾ സത്യാമ്മ പറയുക, എന്താ രാഘവേട്ട ഈ പറയുന്നത്? രാഘവേട്ടൻ എന്താ ഓർമ്മയില്ലേ? അത്രയ്ക്ക് മറവിയായിപ്പോയോ? നിങ്ങളെ തള്ളിയിട്ട് ഇവൻ്റെ മുഖം പോലും നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നില്ലയോ എന്നൊക്കെ സത്യാമ്മ വഴക്ക് പറയുന്നുണ്ട്. നസീറിന് സത്യാമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അവനങ്ങ് പോവുകയാണ് അവിടുന്ന്. നൂർജഹാൻ നസീറിനെ കണ്ടിങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ്. കാരണം അവൾ കണ്ടതാണല്ലോ അന്ന് അവന്മാരെ അവിടെ വെച്ച്. ബൈക്കിൽ രക്ഷപ്പെട്ടു പോയ അവന്മാർ കുറേ ദൂരം കഴിഞ്ഞിട്ട് നസീറിനെ വിളിക്കുന്നു, എടാ അവർ പോയോ, എന്താ വല്ല കുഴപ്പമുണ്ടോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്, അവരുടെ മുന്നിലെങ്ങും ചെന്ന് ചാടിയേക്കരുത്, അത്രേ പറയാനുള്ളൂ എന്നൊക്കെ നസീർ അവന്മാരോട് പറയുന്നുണ്ട്. നൂർജഹാനും സുബൈദയും അവിടെ ഇല്ലെന്ന് കരുതിയാണ് നസീർ ഇതൊക്കെ സംസാരിച്ചത്. പക്ഷേ നൂർജഹാനും സുബൈദയും ഇത് കേട്ടു. അവർ അന്തം വിട്ട് നിൽക്കുവാണ് ഇവൻ പറയുന്നതൊക്കെ കേട്ടു. നൂർജഹാൻ നസീറിൻ്റെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുന്നു, അവരുടെ ആ പണം എവിടെ? ഏത് പണം? ആ പാവങ്ങളെ പറ്റിച്ചെടുത്ത പൈസയില്ലേ, അത് നിങ്ങൾ മോഷ്ടിച്ചെടുത്തില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല. ആ പാവം ആ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയ പൈസയായിരുന്നു, എങ്ങനെ മനസാക്ഷിയില്ലാതെ അത് മോഷ്ടിച്ചു എന്നൊക്കെ ഇങ്ങനെ നസീർ പറയുമ്പോൾ, ആ പൈസ മോഷ്ടിച്ചാൽ നിനക്ക് നോവടി, അതെനിക്ക് നല്ലതുപോലെ അറിയാം, അതിനുവേണ്ടി തന്നെ അങ്ങനെ ചെയ്തത് എന്ന് നസീർ പറയുന്നുണ്ട്. നീ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ, കണ്ടല്ലോ നിൻ്റെ ബാപ്പിച്ച് കിടക്കുന്നത്, നിൻ്റെ ബാപ്പിച്ച് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിവിടെ കിടത്താനാകുമെങ്കിൽ നിന്നെയും ഞാൻ കൊന്നുകളയും, ആരും വരുത്തില്ലടി ചോദിക്കാൻ എന്നൊക്കെ നസീർ പറയുന്നത് സുബൈദ അവിടെ നിന്ന് കേൾക്കുവാണ്. ഇത് കേട്ട് സുബൈദ അങ്ങ് ഞെട്ടിപ്പോയി. അവളിങ്ങനെ വാ പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക. ഇത്രയും നാളും നീ ഈ കാണിച്ച വേലയൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷേ ഇപ്പം നീ എനിക്ക് നേരെ ഇങ്ങനെ വധഭീഷണിയൊക്കെ വരുത്തുവാണെങ്കിൽ ഞാനിതെല്ലാവരോടും പറയും എന്ന് പറയുമ്പോൾ നൂർജഹാൻ്റെ കൈക്കവൻ കയറി അങ്ങ് പിടിച്ച് തിരിക്കുവാണ്. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയാം, ഇതെല്ലാം നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ വാപ്പിച്ച് കിടക്കുന്ന കണ്ടോ, അതുപോലെ ഞാൻ നിന്നെയും കിടത്തുപടി എന്ന് പറഞ്ഞിട്ട് അവൻ നൂർജഹാനെ പിടിച്ചൊരൊറ്റ തെള്ളു. ഇതൊക്കെ കേട്ട് ഷോക്കായതുപോലെ തന്നെ സുബൈദ ഇങ്ങനെ നിൽക്കുവാണ്. സുബൈദ ഒരിക്കലും കരുതിയില്ല നസീറാണ് അവൾ ഇക്കാക്ക ഇങ്ങനെ ആക്കി കിടത്തിയിരിക്കുന്നതെന്ന്. തൻ്റെ ബാപ്പിച്ചിയോട് ചെയ്ത ഈ ദ്രോഹത്തിനും ആ പാവത്തുങ്ങളെ പറ്റിച്ചതിനും എല്ലാത്തിനെയും ചേർത്ത് നസീറിന് നല്ല പണി കൊടുക്കണമെന്ന് നൂർജഹാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ്. സത്യാമ്മയുടെ വീട്ടിലോട്ട് രോഹിത്തും ശ്യാമയും വന്നിട്ടുണ്ട്. അവിടെ രാഘവേട്ടനെയും സത്യാമ്മയും കാണാത്തതുകൊണ്ട് ശ്യാമ അവിടെ നിൽക്കുവാണ്. രോഹിത്ത് അവിടെ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് രോഹിത്ത് അവിടെ കിടക്കുന്ന ചെയറിലിരിക്കുവാണ്. എന്നാലും രാഘവേട്ടന് ഒട്ടും ഓർമ്മയില്ലേ അവൻ്റെ മുഖം? ആ വന്നവരുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നോ ഫാമേ? എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഓ, എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു ഓർമ്മയില്ലാത്ത ആളിനോടാണല്ലോ ഞാൻ ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞത്.
എന്നും പറഞ്ഞ് അവരങ്ങോട്ട് വരുമ്പോൾ രാഘവേട്ടൻ പറയുന്നു, നോക്കിക്കേ ഫാമേ, നമ്മളുടെ വീട്ടിൽ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. സത്യാമ്മ നോക്കുമ്പോൾ രോഹിത് അവിടെ ഇരിക്കുന്ന, ശ്യാമ അവിടെ നിൽക്കുന്നു. ആഹാ, ഇവൻ എന്തുറപ്പിൻ്റെ പേരിൽ അവൻ ഇങ്ങോട്ട് വന്ന് നാണവും മാനവും കെട്ടവൻ എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് സത്യാമ്മ അങ്ങോട്ട് കയറി വരുന്നത്. ഫാമേ, നീ ദേഷ്യപ്പെടാതെ, അവർ നമ്മുടെ വീട്ടിലോട്ട് വന്നതല്ലേ, അവരെന്താ പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. രാഘവേട്ടൻ പറയുന്നതൊന്നും കേൾക്കാതെ സത്യാമ്മ അങ്ങോട്ട് ചാടിക്കുലുങ്ങി ചെന്നങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. എന്തുറപ്പിലാടാ നീ ഇങ്ങോട്ട് കയറി വന്നത്, നിനക്ക് നാണമില്ലേ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ സത്യാമ്മേ എന്ന് വിളിക്കുമ്പോൾ, നീ മിണ്ടിപ്പോകരുത്. എടാ, നീ അടിച്ചിറക്കിയ വീട്ടിൽ നിന്നേ അഭയാർത്ഥികളെപ്പോലെ ഞങ്ങൾ വന്നു കയറിയ വീടായത്. ഇവിടെ കൂടെ നിന്റെ കാൽപാദം പതിഞ്ഞാൽ ഇത് മുടിഞ്ഞു പോവും, ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്നും പറഞ്ഞ് രോഹിത്തിനെ പിടിച്ചൊരൊറ്റ തെള്ളുവാണ്. സത്യാമ്മയെന്ന് വിളിച്ചുകൊണ്ട് രോഹിത്ത് അവിടങ്ങ് ഇരിക്കുവാണ്. ശ്യാമ പറയുന്നു, സത്യാമ്മ, ചെയ്തു പോയ തെറ്റിനെല്ലാം മാപ്പ് പറയാൻ വേണ്ടിയാണ് രോഹിത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ആരുടെയും മാപ്പ് ഒന്നും വേണ്ട. ഞാൻ നിന്നെ സ്വന്തം മകനെ പോലെയാടാ കരുതി സ്നേഹിച്ചത്. എൻ്റെ വിഷ്ണുവിനേക്കാളും ഒരുപാട് സ്നേഹിച്ചാടാ ഞാൻ നിന്നെ വളർത്തിയത്. അതിനുള്ള ശിക്ഷയൊക്കെ നീ എനിക്ക് തന്നു കഴിഞ്ഞല്ലോ. അയ്യോ സത്യാമ്മേ എന്നിങ്ങനെ കരഞ്ഞോണ്ട് രോഹിത്ത് വിളിക്കുവാണ്. വേണ്ടടാ, നീ ഇനി മേലാൽ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. ഈ സത്യാമ്മ അന്ന് നീ ഇറക്കി വിട്ട ആ വീടില്ലേ, അവിടെ വെച്ച് തന്നെ മരിച്ചടാ. ഒരഭയാർത്ഥികളെ പോലെ അവിടുന്ന് കൂടും കുടുക്കയൊക്കെ എടുത്തിട്ട് ഞാൻ പോന്നല്ലോ. അപ്പോൾ ഈ സത്യഭാമ അവിടെ മരിച്ചു കഴിഞ്ഞിരുന്നു. ഏതായാലും എപ്പോഴെങ്കിലും നീ വരും, അപ്പോൾ നിനക്ക് തരാൻ വേണ്ടി ഞാനൊന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നടാ. ഇപ്പോൾ നീ ഏതായാലും വന്നല്ലോ, ഇപ്പോൾ നിനക്ക് ഞാൻ തന്നേക്കാം എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കർണക്കുറ്റിക്ക് ഒരൊറ്റ അടി കൊടുക്കുവാണ് സത്യാമ്മ. സത്യാമ്മ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാ, ഞാൻ ചതിയിൽ പെട്ടുപോയതാ സത്യാമ്മ, എന്നെ ഒന്ന് വിശ്വസിക്കണം എന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. വേണ്ട, നിന്റെ പഴംപുരാണം കേൾക്കണ്ട, നിനക്ക് മാപ്പും ഇല്ലടാ, നീ മാപ്പ് പറയുകയും വേണ്ട ഞങ്ങളോട്. നിനക്ക് ഞാൻ ഈ അടി തന്ന എന്തിനാണെന്ന് നിനക്കറിയാവോ? നിന്റെ മകനെ പോലെ കരുതി സ്നേഹിച്ചതിന്. നിന്നെ ഇപ്പോഴും സ്വന്തം മകനായിട്ട് കരുതി തന്നെ സ്നേഹിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹം വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട്ടിലാ നീ വാറ്റുചാരായി ഒഴുക്കിയത്. ഒരമ്പലം പോലെ പരിശുദ്ധമായി വെച്ചിരുന്ന എൻ്റെ വീട് നീ ഒരു മദ്യശാലയാക്കി മാറ്റിയില്ലേ. കടന്നു പോടാ നീ ഈ വീട്ടിൽ നിന്ന്, നിന്നെ എനിക്ക് കണ്ടുകൂടാ, നീ പൊയ്ക്കോ ഇവിടുന്ന്. രോഹിത്താണെ കരഞ്ഞോണ്ട് ചെന്ന് സത്യാമ്മയുടെ കാലേ വീഴുവാണ്. ആ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിക്കുക. സത്യാമ്മ, ഞാൻ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ചെയ്തത്. ആ തെറ്റെനിക്ക് തിരുത്തണം, എനിക്ക് മാപ്പ് തരണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മാറിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന്, എനിക്ക് നിന്നെ കാണണ്ട, നീ എൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ വേണ്ട എന്നും പറഞ്ഞ് സത്യാമ്മ വീണ്ടും പിടിച്ച് രോഹിത്തിനെ തള്ളുവാണ്. രണ്ട് കൈയും എടുത്ത് തൊഴുതോണ്ട് രോഹിത്ത് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സത്യാമ്മ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളടാ, അങ്ങനെ സഹായിച്ചതാണ് നിൻ്റെ അമ്മ പത്മാവതിയെയും. അങ്ങനെ തന്നെയാടാ നിന്നെ മകനായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ വളർത്തിയതും. അതിനുള്ള ശിക്ഷയാടാ നീ എനിക്ക് തന്നത്. സത്യാമ്മ, എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അവരെല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചതാണ്. ആ ചതിയിൽ ഞാൻ അറിയാതങ്ങ് വീണുപോയി. അവർ ചതിയിലൂടെയാണ് ആ വീട് സ്വന്തമാക്കിയെങ്കിലും ആ ചതിയിൽ കൂടെ തന്നെ ആയാലും ആ വീടിപ്പോൾ എൻ്റെ പേരിലാണ് സത്യാമ്മ. ആ വീട്ടിലിനി താമസിക്കേണ്ടത് ഞാനോ ശ്യാമയോ ഒന്നുമല്ല. സത്യാമ്മയും അച്ഛനും ആ പഴയ പ്രൗഢിയോടെ തന്നെ ആ വീട്ടിൽ വന്ന് താമസിക്കണം. എനിക്കത് കാണണം സത്യാമ്മേ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. നീ വിളിക്കുന്ന ഈ സത്യഭാമയുടെ ആത്മാവുണ്ടല്ലോ, അത് അവിടെ അന്നേ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി ആ വീട്ടിലേക്ക് തിരിച്ച് ഞാനില്ല. നീ പൊയ്ക്കോ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന്. രാഘവേട്ടൻ വരുന്നുണ്ടെങ്കിൽ രാഘവേട്ടനെ നീ വിളിച്ചോണ്ട് പൊയ്ക്കോ. ഏതായാലും ഞാൻ ആ വീട്ടിലോട്ടില്ല എന്നും പറഞ്ഞ് സത്യാമ്മ കതവ് തുറന്ന് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ പുറകിന് കരഞ്ഞോണ്ട് രോഹിത്ത് വീണ്ടും പോവുകയാണ് സത്യാമ്മയെന്ന് വിളിച്ചോണ്ട്. സത്യാമ്മയാണെങ്കിൽ ആകെ കലിയിളകി നിൽക്കുക. എങ്ങനെ കലിയിളകാതിരിക്കും? മഹാറാണിയെപ്പോലെ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് അഭയാർത്ഥികളെ പോലെ ഒരു വിളക്കും ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയും എടുത്തോണ്ടല്ലേ സത്യാമ്മ അവിടെ നിന്ന് ഇറങ്ങിയത്. അതൊക്കെ സത്യാമ്മയ്ക്ക് എളുപ്പം മറക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ അതെല്ലാം ഓർത്തിട്ട് ദേഷിക്കുവാണ് അവനോട്. രോഹിത്തിൻ്റെ കരച്ചിലും സത്യാമ്മയുടെ ദേഷ്യമൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രാഘവേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. രോഹിത്ത് എന്ന് രാഘവേട്ടൻ്റെ കാലയെ പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയുക. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചതിയിൽ പെട്ടുപോയതാണെന്ന്. അച്ഛാ, അമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, സത്യാമ്മയോടൊന്ന് പറയച്ചാ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് കരയുവാണ്. നീ ഇപ്പോൾ പോടാ, നീ പൊയ്ക്കോ. ശ്യാമേ, ഇവനെ വിളിച്ചോണ്ട് പോ, ഞാൻ പിന്നെ ഫാമയോട് ഇതൊക്കെ സംസാരിച്ചോളാം. ശ്യാമേ, നീ ഇവനെ വിളിച്ചോണ്ട് പോ എന്ന് വീണ്ടും രാഘവേട്ടൻ പറയുവാണ്.
അത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രോഹിത്തിനെ ശ്യാമ വിളിച്ചോണ്ട് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ രോഹിത്ത് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. ശ്യാമയും രോഹിത്തും പോകുന്നത് അകത്തു നിന്ന് സത്യാമ്മയും കാണുന്നുണ്ട്. സത്യാമ്മയും സങ്കടപ്പെടുവാണ്. അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ രണ്ടു കൂട്ടർക്കും ഓർമ്മ വരുന്നു. രോഹിത്തിന് ഓർമ്മ വരുന്നുണ്ട്, സത്യാമ്മയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. പത്മാവതി മരിച്ചപ്പോൾ സത്യാമ്മ രോഹിത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് മകനെ പോലെ വളർത്തിയതെല്ലാം ഓർക്കുവാണ്. അതിനുശേഷം രോഹിത്തും ശ്യാമയും കൂടെയുള്ള വിവാഹവും അവരുടെ വെഡിങ് ആനിവേഴ്സറിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓർത്തിങ്ങനെ സങ്കടപ്പെടുവാണ്. 10ാം ക്ലാസ്സിന് ഫുൾ A+ വാങ്ങിയ ശ്രീധരൻ ചേട്ടൻ്റെ മോടെ കോളനിയിലെ ഫംഗ്ഷൻ നടക്കുകയാണ്. ഒരാളിങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, ഈ സമ്മാനദാനമൊക്കെ നൽകുന്നത് നമ്മുടെ ജില്ലാ കളക്ടറാണെന്നും ജില്ലാ കളക്ടർ കുടുംബസമേതമാണ് വരുന്നതെന്നും ഒക്കെ പറയുമ്പോൾ നമ്മുടെ രാമുവേട്ടനും അവിടെ നിൽക്കുന്നവരെല്ലാവരും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷയിൽ ശാലിനിയും പപ്പിയും സത്യമോളും എല്ലാം ചേർന്ന് വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നസീറിൻ്റെ ക്രൂരതകളൊക്കെ മനസ്സിലാക്കിയ സുബൈദ ഇനി നൂർജഹാൻ്റെ കൂടെ ചേരുമോ? നൂർജഹാനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? നഷ്ടപ്പെട്ട സത്യാമ്മയുടെ 10 ലക്ഷം രൂപ നസീർ കൊടുക്കുമോ? രോഹിത്ത് ചെയ്തുപോയ തെറ്റുകളെല്ലാം തിരുത്തി സത്യാമ്മയ്ക്കും രാഘവേട്ടനും അവരുടെ വീട് സ്വന്തം പേരിൽ എഴുതി കൊടുക്കുമോ? സുസ്മിതയുടെ ഗുണ്ടകൾ പപ്പിമോളെ തട്ടിക്കൊണ്ടു പോകുമോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.